നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു. മലയാള മാസം മേടം 1-നാണ് കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്നത്. തുല്യമായത് എന്നാണ് വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിനമാണ് വിഷുദിനം. ഈ ദിനം ഭൂമിയുടെ എല്ലാ ഭാഗത്തും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം തുല്യമായിരിക്കും. വിഷുവിന് പിന്നിൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട്. അഹങ്കാരിയും ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ ശ്രീകൃഷ്ണൻ നിഗ്രഹിച്ച ദിനമാണ് വിഷുദിനം എന്നാണ് ഒരു വിശ്വാസം. ദുഷ്ടശക്തിക്ക് മേൽ ഭഗവാൻ നേടിയ വിജയമായതുകൊണ്ട് തന്നെ വിഷുക്കണിയിൽ ഭഗവാന് പരമമായ സ്ഥാനമുണ്ട്. രാക്ഷസ രാജാവായ രാവണന് സൂര്യഭഗവാനുമായുള്ള വിരോധത്തിൻ്റെ കഥയാണ് ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിന് പിന്നിലുള്ളത്. തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ തൻ്റെ കൊട്ടാര വളപ്പിലും അകത്തളങ്ങളിലും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ലങ്കാധിപതി സൂര്യന് നേരാവണ്ണം ഉദിക്കാനും അസ്തമിക്കാനും അനുവദിച്ചിരുന്നില്ല. ശ്രീരാമ ഭഗവാൻ രാവണ നിഗ്രഹം നടത്തിയതിനു ശേഷം മാത്രമാണ് ലങ്കയിൽ സൂര്യന് നേരെ ഉദിക്കാൻ കഴിഞ്ഞത് എന്നാണ് ഐതിഹ്യം. വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ പിന്നീട് വന്ന വസന്തകാലത്തെ വരവേൽക്കുകയാണ് വിഷു ആഘോഷിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത്. വിഷുവിൻ്റെ തലേന്ന് ഗൃഹപരിസരങ്ങളിലെ ചപ്പും ചവറുമെല്ലാം അടിച്ചു വാരി കത്തിക്കുന്നത് രാവണവധം കഴിഞ്ഞ് ലങ്കാനഗരം ദഹിപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. വിഷുവുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ നമുക്കുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷുക്കണിയാണ്. വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലം എന്നാണ് വിശ്വാസം. വിഷുക്കൈനീട്ടവും വിഷുസദ്യയും ആണ് വിഷുദിനത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വിഷുദിനത്തിലെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണിയാവണമെന്നാണ് ആചാരം. കണിയൊരുക്കൽ വിഷുവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചടങ്ങ് തന്നെയാണ്. വിളവെടുപ്പ് ഉത്സവം എന്ന പേരുള്ളത് കൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ ഓട്ടുരുളിയിൽ ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറച്ച ശേഷം കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, കദളിപ്പഴം, നെല്ലിക്ക, മറ്റ് ഫലവർഗ്ഗങ്ങൾ, നാളികേരം, വാൽക്കണ്ണാടി എന്നിവ വയ്ക്കുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മഞ്ഞപ്പട്ടുടുപ്പിച്ച് മാല ചാർത്തി വയ്ക്കണം. ഇതിനു മുൻപിലായി ഓട്ടുരുളി വയ്ക്കണം. ഒരു വശത്തായി 5 തിരിയിട്ട് കത്തിച്ച വിളക്ക് വയ്ക്കാവുന്നതാണ്. നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിയാതിരിക്കാനാണ് ഒരു വശത്തായി വിളക്ക് വയ്ക്കണം എന്ന് പറയുന്നത്. ഒരു താലത്തിൽ ഗ്രന്ഥം, കോടിമുണ്ട്, വെറ്റില, അടയ്ക്ക, നാണയം, സ്വർണം, പണം, കുങ്കുമം, കൺമഷി മുതലായവ വയ്ക്കണം. കിണ്ടിയിൽ ജലം നിറച്ച് വയ്ക്കണം. വിഷുദിനത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് വിഷു കൈനീട്ടം. ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് കൈനീട്ടം നൽകുന്നത്. കൊടുക്കുന്നവർക്ക് ധാരാളം കൊടുക്കാനുണ്ടാകും എന്നും കിട്ടുന്നവർക്ക് ധാരാളം പണം ലഭിക്കുമെന്നും ആണ് ഇതിന് പിന്നിലെ വിശ്വാസം. 2024 വിഷു ഏപ്രിൽ 14 ഞായറാഴ്ച ആഘോഷിക്കുന്നു. എല്ലാവരെയും സർവ്വ ഐശ്വര്യങ്ങളും തന്ന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.